എസ് ഡി പിക്ക് കുഴപ്പമുണ്ട്, പക്ഷെ ഞങ്ങൾ അവരെ നന്നാക്കും എന്നാണ് ബാലൻ പറഞ്ഞ ഒന്ന്. രണ്ട്, അതൊരു രാജ്യവിരുദ്ധ സംഘടനയല്ല. അങ്ങനെ ആരും പറഞ്ഞു? അത് പറഞ്ഞത് ബി ജെ പിക്കാരാണല്ലോ. അത് പറഞ്ഞത് ബി ജെ പിക്കാരല്ലേ. അപ്പം അവരങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മൾ അവർക്ക് ശേഷം ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അവരെ ഞങ്ങളിങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് നന്നാക്കും. ഈ നമുക്ക് തന്ന ഇൻ്റർവ്യൂവിൽ വേറൊരു ചോദ്യം കൂടെയുണ്ട്. സത്യത്തിൽ എസ് ഡി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയുമായി എറണാകുളത്തെ മഹാരാജാസ് കോളേജിലെ അടിപിടിയിൽ ഒരു യുവാവ് മരിച്ചു, SFIയുടെ അഭിമന്യു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. അപ്പോൾ അതൊരു പ്രശ്നമല്ല എന്ന് ചോദിക്കുമ്പോൾ ബാലൻ അതിന് പറഞ്ഞ മറുപടി, എസ് ഡി പി യുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, പക്ഷേ രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ പണ്ട് കുഞ്ഞാലിക്കുട്ടിയെ വെടിവെച്ച് കുഞ്ഞാലിയെ വെടിവെച്ച ആ കേസിലെ പ്രതി കുഞ്ഞാലി മരിച്ചു, ഞങ്ങളുടെ സഖാവായിരുന്നു, ആര്യാടനെ ഞങ്ങൾ കൂടെ കൂട്ടിയില്ലേ, അതൊരു വിഷയമല്ലെന്ന്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതൊരു ഭയങ്കര രാഷ്ട്രീയമാണെന്ന് സമ്മതിക്കണം. ഞങ്ങൾക്കത് വിഷയമല്ല, പക്ഷേ പൊളിറ്റിക്കൽ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ബാലൻ്റെ കോമഡി കുറച്ചുകൂടെ അതിനുള്ള ഒരു രസകരമായി മാറുന്നത്, ബാലൻ മുമ്പ് പറഞ്ഞ കോമഡി SDPI എന്ന് പറയുന്ന സംഘടനയ്ക്ക് മുകളിൽ അവരെക്കാൾ ഏറ്റവും വലിയ വർഗീയ സംഘടനയായി ജമാഅത്ത് ഇസ്ലാമി പ്ലേസ് ചെയ്യും. അവർ കേരളത്തിൻ്റെ ആഭ്യന്തരം കൈമാറുമെന്നും പിന്നെ വർഗീയ മാറാട് കലാപങ്ങൾ ആവർത്തിക്കും ഇവർ വന്നാൽ എന്നും പറഞ്ഞു വെച്ച AK ബാലൻ ഇപ്പോൾ അതിൻ്റെ നേരെ എതിർ ഡിഗ്രിയിലായിട്ട് ചാടിയിട്ട് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് അവരെ കൂടെ കൂട്ടുന്നത് എന്ന മട്ടിൽ പറഞ്ഞു വയ്ക്കുകയാണ്. അത് ബാലനാണ് പറയേണ്ടത്. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ നിൽക്കട്ടെ, തുടർന്നും അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ വരട്ടെ. ഇതാണ് ശരിക്കുള്ള മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായില്ലേ? വളരെ ക്ലിയറാണ്. SDPI ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് CPI നേതാക്കൾ പറയുമ്പോൾ അതിനൊരു വ്യാഖ്യാനം കൂടെ, കാരണം പുള്ളി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ. ഇപ്പോൾ അങ്ങനെ സജീവമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും പറയുകയല്ലേ.